അപ്പോൾ ഇന്ന് നമുക്ക് ഗൂഗിൾ മീറ്റിലെ ഫീച്ചേഴ്സിനെ പറ്റി പഠിക്കാം. ഇപ്പോൾ ഗൂഗിളിൻ്റെ അപ്ഡേഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിപ്പോൾ നമ്മളൊരു ഗൂഗിൾ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഈ ഐക്കണിൽ പ്രസ് ചെയ്യാം. നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്ലൈറ്റ് ആയിട്ടാണ് ബ്ലർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൽ പ്രസ് ചെയ്യുക. ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. സ്ലൈറ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലറായി. ഇനി ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ബ്ലർ ആവണമെങ്കിൽ നമ്മൾ അടുത്തൊരു ഐക്കൺ പ്രസ് ചെയ്താൽ മതി. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ തന്നെ ബ്ലറായി. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഡീഫാൾട്ടായിട്ട് കുറേ ഇമേജസ് തന്നിട്ടുണ്ട്. നമുക്കിത് ഏത് വേണമെങ്കിലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ക്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നമുക്ക് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മീറ്റിംഗ് ഏതാണോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്കിവിടെ കൊണ്ടുവരാം. ഇനി നമുക്ക് നമ്മുടേതായ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്ത് ഇവിടെ കൊടുക്കാം. ഈ പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്താൽ നമുക്ക് നമ്മുടേതായ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻ മീറ്റിംഗിലേക്ക് പ്രസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമുക്ക് മീറ്റിംഗ് ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് മീറ്റിംഗ് ഡീറ്റെയിൽസ് നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക് കോപ്പി ജോയിനിങ് ഇൻഫോ, നമുക്ക് ഈ ലിങ്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് വാട്സാപ്പിൽ ഇടാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് മെയിലായിട്ട് സെൻഡ് ചെയ്യണമെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കലണ്ടറിൽ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നിടത്ത് നമുക്ക് അവിടെ തന്നെ ഫയൽസ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവർക്ക് ഈ അറ്റാച്ച്മെന്റ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അടുത്തായിട്ട് കാണുന്ന നമ്മുടെ ഓഡിയോ ആണ്. നമുക്ക് ഓഡിയോ വേണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്ത് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത ടെലിഫോണിൻ്റെ ഒരു ഐക്കൺ, അതിൻ്റെ അകത്ത് നമുക്ക് മീറ്റിങ്ങിന് ലീവ് വേണമെങ്കിൽ ലീവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ വേണമെങ്കിൽ വീഡിയോ ഓഫ് ചെയ്യാനുള്ള ഐക്കണാണ് കാണുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ടേൺ ഓൺ ക്യാപ്ഷൻസിൽ പ്രസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവിടെ സ്ക്രീനിൽ എഴുതി വരും. അതിനാണ് ടേൺ ഓൺ ക്യാപ്ഷൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മളിവിടെ ടേൺ ഓൺ ക്യാപ്ഷൻസ് പ്രസ് ചെയ്തു. നമ്മൾ പറയാണ് ടുഡേ ഐ എം ടേക്കിംഗ് അബൌട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതി വരാൻ വേണ്ടിയാണ് ടേൺ ഓൺ ക്യാപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളത് ഓഫ് ചെയ്തു. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇനി പ്രസന്റ് നൗ എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് സ്ക്രീൻ പ്രസന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ കിടക്കുന്ന ഒരു ഡോക്യുമെന്റ് നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻ്റായിട്ട് ഷെയർ ചെയ്യണം. അതിന് നമ്മൾ പ്രസന്റ് നൗവിൽ പ്രസ് ചെയ്യുന്നു. യുവർ എൻ്റർ സ്ക്രീൻ, നമുക്ക് എൻ്റർ സ്ക്രീൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഷെയർ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഡോക്യുമെന്റ് എടുക്കുന്നോ ആ ഡോക്യുമെന്റ് ആയിരിക്കും ഇപ്പോൾ പാർട്ടിസിപ്പൻസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പ്രസന്റ് സ്ക്രീൻ യൂസ് ചെയ്തത്. നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ 3 ഡോട്ട്സ് എന്തിനാന്ന് നോക്കാം. നമ്മൾ ഈ 3 ഡോട്ട്സിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വൈറ്റ് ബോർഡ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്ക് സ്റ്റുഡൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് സ്കൂളിൽ എങ്ങനെ ബോർഡിൽ എഴുതുന്നോ അല്ലെങ്കിൽ സ്കൂളിൽ എങ്ങനെ ബോർഡ് ഉപയോഗിച്ച് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത്. ജാം ബോർഡ് എന്നാണ്. ഡീറ്റെയിൽ ക്ലാസ്സിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് വൈറ്റ് ബോർഡ്. നമുക്കിവിടെ എഴുതുവാനും വരയ്ക്കുവാനും എല്ലാം സാധിക്കും. വായിക്കണി എറേസർ എടുത്ത് വായിക്കാം. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും കുട്ടികൾ അവിടെ കാണുന്നത്. എങ്ങനെ ഷെയർ ചെയ്യാന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാം. അടുത്തതായിട്ട് ചേഞ്ച് ലേഔട്ട് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് 49 കുട്ടികളെ തന്നെ അറ്റ് എ ടൈം കാണാം. നമ്മൾ ഓട്ടോ കൊടുത്തു. ഇപ്പം ഡീഫാൾട്ടായിട്ട് 9 ആണ്. നമ്മൾ ചേഞ്ച് ചെയ്ത് 49ലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഡീഫാൾട്ടായിട്ട് നമുക്ക് 49 സ്റ്റുഡൻസിനെ കാണുവാൻ സാധിക്കും. അതാണ് ചേഞ്ച് ലേഔട്ടിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫുൾ സ്ക്രീൻ ആക്കണേ, നമ്മുടെ മീറ്റിംഗ് ഫുൾ സ്ക്രീൻ ആക്കാം. എക്സിറ്റ് ഫുൾ സ്ക്രീൻ. അതുപോലെ തന്നെ ഇവിടെയും ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ ക്യാപ്ഷൻസ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇനി നമുക്ക് ഇവിടെ ലേഔട്ടുകൾക്ക് ഇത് തന്നെയാണ് സെയിം. നമുക്ക് ഗ്രിഡ് വ്യൂ ആണെങ്കിൽ ഗ്രിഡ് വ്യൂ
ഇത് എത്ര പാർട്ടിസിപ്പൻസ് നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചാറ്റ് ബോക്സിൽ ഇപ്പോൾ ജാംബോർഡിൻ്റെ ലിങ്കാണ് വന്നിരിക്കുന്നത്, ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ളത്. ഓക്കെ, ഈ ചാറ്റ് ബോക്സിൽ നമുക്ക് ചാറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ മലയാളത്തിൽ ഗൂഗിൾ മീറ്റിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യം മലയാളത്തിൽ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഇവിടെ ട്രാൻസ്ലേറ്റ് ടു മലയാളം പ്രസ് ചെയ്തു. ഇനി നമ്മളിവിടെ എന്ത് ചെയ്യുക? ഇപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ മലയാളത്തിൽ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മളിവിടെ അടിക്കുറിപ്പ് ഓൺ ആക്കുക, നമ്മൾ ക്യാപ്ഷൻസ് ഓൺ ആക്കി. ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അവിടെ മലയാളത്തിൽ എഴുതി വരും. വാട്ട്സ് യുവർ നെയിം? ടുഡേ ഐ എം ടോക്ക് അബൌട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കാരണം നിങ്ങളുടെ പേരെന്താണ്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ മലയാളത്തിൽ എഴുതി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഗൂഗിൾ മീറ്റിലൂടെ നമുക്ക് കിട്ടിയേക്കുന്ന അപ്ഡേഷൻസ്. ഓക്കെ, ബൈ.